Hi all. CS 208 Principles of Database Design Module number 6 അതിൽ റീസെൻറ്റ് ടോപ്പിക്സിൽ വരുന്ന GIS ബയോളജിക്കൽ ഡാറ്റാബേസ് ആൻഡ് ബിഗ് ഡാറ്റ ഈ മൂന്ന് കൺസെപ്റ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഈ കൺസെപ്റ്റുകളുടെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുക. സോ GIS ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ GIS അല്ലെ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടൂളാണ് ഫോർ മാപ്പിംഗ് ആൻഡ് അനലൈസിങ് തിങ്സ് ദാറ്റ് എക്സിസ്റ്റ് ആൻഡ് ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻസ് ഓൺ എർത്ത്. ഈ GIS ടെക്നോളജി ഇൻ്റഗ്രേറ്റ്സ് കോമൺ ഡാറ്റാബേസ് ഓപ്പറേഷൻ സച്ച് എസ് ക്വറി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വിത്ത് ദ യുണീക്ക് വിഷ്വലൈസേഷൻ ആൻഡ് ജിയോഗ്രാഫിക് അനാലിസിസ് ബെനിഫിറ്റ്സ് ഓഫേർഡ് ബൈ ദ മാപ്സ്. ഈ ഒരു എബിലിറ്റിയാണ് GISനെ ബാക്കിയുള്ള ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ അകത്തുനിന്നും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു GIS യൂസ് ചെയ്ത് നമുക്ക് വെറൈറ്റി ഓഫ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം, ലൈക്ക് എക്സ്പ്ലെയിനിങ് ഇവൻറ്റ്സ്, പ്രിഡിക്റ്റിംഗ് ഔട്ട്കംസ് ആൻഡ് പ്ലാനിങ് സ്ട്രാറ്റജീസ്. ഈ ഒരു GIS സിസ്റ്റത്തിൻ്റെ 5 കമ്പോണൻസ് ആണ് കീ കമ്പോണൻസ് ആയിട്ടുള്ളത്. ഒന്ന് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, പീപ്പിൾ ആൻഡ് മെത്തേഡ്സ്. ഹാർഡ്വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് GIS ഓപ്പറേറ്റ് ചെയ്യുന്ന ഹാർഡ്വെയർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ തന്നെയാണ് ഈ ഹാർഡ്വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു GIS സോഫ്റ്റ്വെയർ വൈഡ് റേഞ്ച് ഓഫ് ഹാർഡ്വെയർ ടൈപ്സിൽ വർക്ക് ചെയ്യും, ലൈക്ക് റേഞ്ചിങ് ഫ്രം സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ സെർവേഴ്സ് ടു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് and it is used in standalone or network configurations. Then software provides the functions and tools needed to store, analyze and display geographic information. ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്ന്, ടൂൾ ഫോർ ദ ഇൻപുട്ട് ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ, എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ടൂൾസ് ദാറ്റ് സപ്പോർട്ട് ജിയോഗ്രാഫിക് ക്വറി അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ, എ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഫോർ ഈസി ആക്സസ് ടു ടൂൾസ്. നെക്സ്റ്റ്, ഡാറ്റ. GIS സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, കമ്പോണൻ്റാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡാറ്റ എന്നുള്ളത് ഒന്നുകിൽ നമ്മൾ ഇൻ ഹൗസ് ആയിട്ടോ അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഫ്രം എ കൊമേഴ്ഷ്യൽ ഡാറ്റ പ്രൊവൈഡർ ആണ് ഈ ഡാറ്റേനെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് സ്പേഷ്യൽ ഡാറ്റ വിത്ത് അതർ ഡാറ്റ റിസോഴ്സസ് ആൻഡ് ക്യാൻ ഈവൺ യൂസ് എ DBMS ടു മാനേജ് സ്പേഷ്യൽ ഡാറ്റ. പിന്നെയുള്ള കമ്പോണൻ്റാണ് പീപ്പിൾ. GIS technology is of limited value without the people who manages the system and develop plans for applying it to real world problems. ഇതിൽ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് മുതൽ ഈ GIS സിസ്റ്റം ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ള കമ്പോണൻറ്റിനെയാണ് നമ്മൾ പീപ്പിൾ കാറ്റഗറിയിൽ പെടുത്തുന്നത്. ദെൻ ഫൈനലി മെത്തേഡ്. ഈ ഒരു സക്സസ്ഫുൾ GIS ഓപ്പറേറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു എ വെൽ ഡിസൈൻഡ് പ്ലാൻ ആൻഡ് ബിസിനസ് റൂൾ ബേസ് ചെയ്തിട്ടാണ്. അത് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു മെത്തേഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ 5 കാര്യങ്ങളാണ് ഈ ഒരു GISൻ്റെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ദെൻ GISൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്: ലൊക്കേഷൻ, ഡിജിറ്റൽ ആൻഡ് ഹൈബ്രിഡ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് GIS ആപ്ലിക്കേഷൻ്റെ അകത്ത് ഈ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഈ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടാണ് പല ആപ്ലിക്കേഷൻ്റെ അകത്തും നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസും ഇൻഫർമേഷൻസും ഒക്കെ എടുക്കുന്നത്. ദെൻ ഈ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ലൈക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, എൻവിയോൺമെൻറ്റൽ മോണിറ്ററിങ്, മെറൈൻ ബയോളജി റിസർച്ച്, ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, മാർക്കറ്റിംഗ് ആൻഡ് ക്യാമ്പയിൻ. ഈ കാര്യങ്ങളിലൊക്കെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഡിജിറ്റൽ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ GIS എന്നുള്ളത് ബാക്കിയുള്ള ഇൻഫർമേഷൻ സിസ്റ്റം പോലെ തന്നെ ഡിജിറ്റലാണ്. നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റാ ബേസിൻ്റെ അകത്താണ് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ അകത്തു നിന്നാണ് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്നതും നമുക്ക് ആവശ്യമായ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതും ആ ഇൻഫർമേഷനെ ഷെയർ ചെയ്യുന്നതൊക്കെ ഈ ഒരു ഡിജിറ്റൽ ഫോമിലുള്ള ഡാറ്റാ ബേസിൽ നിന്നാണ്. ദെൻ ഹൈബ്രിഡ് എന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ GIS നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസിപ്ലിനിൽ വരുന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. ഒന്നിൽ കൂടുതൽ ഡിസിപ്ലിൻസിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻസ് ചേർന്നതാണ് ഈ ഒരു GIS എന്ന് പറയുന്ന സിസ്റ്റം. അതായത് മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, കാർട്ടോഗ്രാഫി, ഓപ്പറേഷൻ റിസർച്ച്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഫീൽഡിലുള്ള ഡിഫറെൻറ്റ് ഡിസിപ്ലിനിലുള്ള ഇൻഫർമേഷൻസ്, ഡാറ്റകൾ ചേർന്നതാണ് ഈ GIS എന്ന് പറയുന്നത്. ഇതൊരു ഹൈബ്രിഡ് ഫോമാണ്. ദെൻ ഫൈനലി എന്താണ് GISൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മാപ്പിങ്ങിൽ യൂസ് ചെയ്യും, ടെലിഫോൺ നെറ്റ്വർക്ക് സർവീസിൻ്റെ അകത്ത് യൂസ് ചെയ്യും, റോഡ് സേഫ്റ്റി അനാലിസിസ്, ട്രാൻസ്പോർട്ട്, എൻവിയോൺമെൻറ്റ്, അഗ്രികൾച്ചർ, മാനേജിങ് ഡിസാസ്റ്റർ,
ലാൻഡ് ഇൻഫർമേഷൻ, സർവേയിങ്, ജിയോളജി, ഇങ്ങനെ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസിന് നമ്മൾ GIS യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ടേമാണ് ബയോളജിക്കൽ ഡാറ്റാബേസ്. ബയോളജിക്കൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈബ്രറി ഓഫ് ലൈഫ് സയൻസ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ്, പബ്ലിഷ്ഡ് ലിറ്ററേച്ചർ, ഹൈ ത്രൂപുട്ട് എക്സ്പെരിമെൻറ്റ് ടെക്നോളജി ആൻഡ് കമ്പ്യൂട്ടേഷണൽ അനാലിസിസ്. They contain information from research areas including genomics, proteomics, metabolomics, microarray gene expression and phylogenetics. ഇനി ബയോളജിക്കൽ ഡാറ്റാബേസിൻ്റെ അകത്തുള്ള എന്തൊക്കെ ഇൻഫർമേഷനാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? അതിൻ്റെ അകത്ത് ജീൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ലോക്കലൈസേഷൻ, ക്ലിനിക്കൽ എഫക്ട്സ് ഓഫ് മ്യൂട്ടേഷൻസ് ആൻഡ് സിമിലാരിറ്റീസ് ഓഫ് ബയോളജിക്കൽ സീക്വൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ദെൻ ഈ ഒരു ബയോളജിക്കൽ ഡാറ്റാബേസ് നമുക്ക് മെയിനായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: സീക്വൻസ്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ ഡാറ്റാബേസ്. സീക്വൻസ് ഡാറ്റാബേസിൻ്റെ അകത്ത് ഉണ്ടാവുക ന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻ സീക്വൻസ് ഇൻഫർമേഷൻ ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. സ്ട്രക്ചറൽ ഡാറ്റാബേസിൻ്റെ അകത്ത് സോൾവ്ഡ് സ്ട്രക്ചർ ഓഫ് RNA ആൻഡ് പ്രോട്ടീൻസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഫങ്ഷണൽ ഡാറ്റാബേസിൻ്റെ അകത്ത് ഫിസിയോളജിക്കൽ റോൾ ഓഫ് ജീൻ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ദെൻ മോഡൽ ഓർഗാനിസം ഡാറ്റാബേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫങ്ഷണൽ ഡാറ്റാബേസ് ദാറ്റ് പ്രൊവൈഡ് സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റയാണ് ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള നമ്മൾ ഡാറ്റാബേസ് ഇങ്ങനെയുള്ള ജെനറ്റിക് അല്ലെ ബയോളജിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഡാറ്റാബേസിലായിരിക്കും. ഈ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനെ അനലൈസ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ കൺക്ലൂഷൻ്റെ അകത്ത് നമ്മൾ എത്തുന്നത്. സോ ഈ ഒരു പർപ്പസിനൊക്കെ നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യും. ഓക്കെ, ഫൈനൽ ടോപ്പിക്കാണ് ബിഗ് ഡാറ്റ. ബിഗ് ഡാറ്റ ഈസ് എ ഫീൽഡ് ദാറ്റ് ട്രീറ്റ് ways to analyze, systematically extract information from data sets that are too large or complex to be dealt with traditional data processing applications. ട്രഡീഷണൽ ഡാറ്റ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷന് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഹൈ വോളിയം അല്ലെങ്കിൽ ലാർജ് വോളിയം ഓഫ് ഡാറ്റ എന്നെ പ്രോസസ്സ് ചെയ്യുന്നതും അതിൻ്റെ അകത്തുനിന്ന് ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്യുന്നതും ആയിട്ടുള്ള ഫീൽഡിനെയാണ് നമ്മൾ ബിഗ് ഡാറ്റ എന്ന് പറയുക. ഈ ബിഗ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വോളിയം, വെറൈറ്റി, വെലോസിറ്റി ആൻഡ് വെറാസിറ്റി. വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയുടെ സൈസ് തന്നെയാണ്. ഈ സൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇതിനെ ബിഗ് ഡാറ്റയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ദെൻ വെറൈറ്റി, ദ ടൈപ്പ് ആൻഡ് നേച്ചർ ഓഫ് ഡാറ്റയാണ് വെറൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ഹൂ അനലൈസ് ഇറ്റ് ടു എഫക്റ്റീവ്ലി യൂസ് ദ റിസൾട്ടിങ് ഇൻസൈറ്റ്. ഈ ടെക്സ്റ്റ്, ഇമേജസ്, ഓഡിയോ, വീഡിയോ ഇതൊക്കെ കൂടിച്ചേർന്ന ഒരു കളക്ഷൻ ആയിരിക്കും ഈ ഒരു വെറൈറ്റി ഓഫ് ഡാറ്റ ആയിരിക്കും ബിഗ് ഡാറ്റ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വെലോസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ സ്പീഡ് അറ്റ് വിച്ച് ദ ഡാറ്റ ഈസ് ജനറേറ്റഡ് ആൻഡ് പ്രോസസ് ടു മീറ്റ് ദ ഡിമാൻഡ്സ് ആൻഡ് ചലഞ്ചസ്. എത്ര വേഗത്തിലാണ് നമ്മൾ ഈ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യുന്നത്, നമ്മുടെ ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഈ വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈനലി വെറാസിറ്റി, ഈ വെറാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്യുറസി അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റീനെയാണ് ഈ ഒരു വെറാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഡാറ്റ ക്വാളിറ്റി ഓഫ് ക്യാപ്ചേർഡ് ഡാറ്റ ക്യാൻ വേരി ഗ്രേറ്റ്ലി എഫക്റ്റിംഗ് ദ ആക്യുറേറ്റ് അനാലിസിസ്. ഓക്കെ, ഇത്രയുമാണ് ഈ 6ാമത്തെ മൊഡ്യൂളിൻ്റെ ഫൈനൽ ടോപ്പിക്ക്. റീസെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ആണ്. ജസ്റ്റ് ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കുക. എന്താണ് GIS, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, 5 കമ്പോണൻസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് 3 ക്യാരക്ടറിസ്റ്റിക്സ്, ലൊക്കേഷൻ, ഡിജിറ്റൽ, ഹൈബ്രിഡ്, അതിൻ്റെ ബെനിഫിറ്റ്സ് ഓർ ആപ്ലിക്കേഷൻസ്, ബയോളജിക്കൽ ഡാറ്റാബേസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ബയോളജിക്കൽ ഡാറ്റാബേസ് എന്തൊക്കെയാണ്, സീക്വൻസ്, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ ഡാറ്റാബേസസ്, ആൻഡ് ഫൈനലി എന്താണ് ബിഗ് ഡാറ്റ, ആ ബിഗ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, വോളിയം, വെറൈറ്റി, വെലോസിറ്റി ആൻഡ് വെറാസിറ്റി. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ 6ാമത്തെ മൊഡ്യൂളിലെ ടോപ്പിക്കും അതിൻ്റെ അകത്തുള്ള കണ്ടൻസും. ഓക്കെ, താങ്ക് യു.